കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനമായി 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയായിരുന്ന 1 മാസത്തെ തുകയും ചേർത്താണ് 3200 രൂപ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്നാണ് ഒരുവിധം ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് 3200 രൂപ എത്തിയിട്ടുള്ളത്. എന്നാൽ ചിലർക്ക് 1600 രൂപയാണ് അക്കൗണ്ടുകളിൽ എത്തിയത് എന്ന് പറയുന്നു. അവർക്ക് 2 മാസത്തെ തുക 2 തവണ 1600 രൂപ വെച്ച് ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അക്കൗണ്ടുകളിൽ എത്തുന്നതായിരിക്കും. ചില ബാങ്കുകളിൽ ഇന്ന് 1600 രൂപയും നാളെ 1600 രൂപയുമാണ് എത്തുക. 1600 രൂപ കിട്ടി വരില്ലെന്ന് പേടിയില്ലാതെ ഗുണഭോക്താക്കൾ കാത്തിരിക്കുക. ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ ബാങ്കിൽ 1600 രൂപ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. എന്നാൽ സാമൂഹ്യ പെൻഷൻ കേന്ദ്ര സർക്കാർ വിഹിതം ഉള്ളവർക്കും ആ തുക കുറഞ്ഞാണ് എത്തുക. 200 രൂപയോ 300 രൂപയോ 500 രൂപയോ കേന്ദ്രത്തിൻ്റെതാണ് കിട്ടുന്നതെങ്കിൽ അത് കുറഞ്ഞ് ബാക്കി എമൗണ്ടാവും അക്കൗണ്ടുകളിൽ എത്തുക. എന്നാലും ഈ തുക കേന്ദ്രം അധികം വൈകാതെ എത്തിക്കുന്നതായിരിക്കും. ആധാർ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിഹിതം അക്കൗണ്ടുകളിൽ എത്തുന്നത്. ആയതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലാണ് ഈ തുക എത്തുക. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഇത് ബാധിക്കില്ല. ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർക്കാണ് ഏത് അക്കൗണ്ടിലാണോ അവസാനമായി ആധാറുമായി അപ്ഡേറ്റ് ആയത് അതിലേക്കാണ് വിഹിതം എത്തുക. ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർ എല്ലാ അക്കൗണ്ടുകളും ശ്രദ്ധിക്കണം. വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ ലഭിക്കുന്നവർക്കും ഇന്നും നാളെയുമായി വിതരണം ചെയ്യും. ഇവർക്ക് 3200 രൂപ ഒരുമിച്ച് തന്നെ ലഭിക്കുന്നതാണ്. ഒന്നാം ഓണത്തിനും ഈ തുക വിതരണം നടത്തും. ഓണത്തിനു മുമ്പ് തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക.